ഗൈസ് NF3 മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു അസുഖത്തിന് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഫുഡിന് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡാണെങ്കിൽ ഒരു 5:30 മണിയാകുമ്പോൾ കനിവിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പാസ് കാണിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് DYFI ഹൃദയപൂർവ്വം രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും പൊതിയല്ല കേട്ടോ. പാസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു പൊതി കിട്ടും, പാസ് ഉള്ളവർക്കാണെങ്കിൽ 2 പൊതിച്ചോറ് കിട്ടും. അപ്പോൾ ഇത് ഒരു മിക്ക വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതാണ്. ഒരു വീട്ടിൽ നിന്ന് 5, ഒരു വീട്ടിൽ നിന്ന് 10, അങ്ങനെ ഓരോ വീട്ടുകാർ കൊടുക്കുന്ന അവരുടെ പൊതിച്ചോറുകൾ ഇവർ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പങ്കുവെക്കണ നമുക്ക് മനസ്സിന് കുളിരേകണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന എത്രയോ പേർക്ക് ഇത് വലിയൊരു സഹായമാണ്. 12 മണിയാകുമ്പോഴേക്കും ആളുകൾ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങും. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ കാലത്ത് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇത് കാണുന്ന സമയത്ത് എനിക്കുണ്ടായത്. പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത് കാണുമ്പോൾ കാണുന്ന എല്ലാവർക്കും സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ. നമ്മളിൽ അധിക പേർക്ക് ഇത് അറിയാതെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഒരുപാട് പേര് നൽകുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇത് കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോസ്പിറ്റൽ കേസായിട്ട് അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഒരാളും ഉണ്ടാവരുത് എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം. പിന്നെ ഇതിനു വേണ്ടി ഒരുപാട് സമയം ക്യൂ നിൽക്കുക എന്നത് വലിയ പ്രയാസമാണ്. പക്ഷേ നിരവധി പേരുള്ള ഇതുപോലൊരു സ്ഥലത്ത് ക്യൂ നിൽക്കാതെ വാങ്ങിക്കൊണ്ട് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവരുടെ ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാവരുടെയും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നല്ല മനസ്സിനുടമകളായിട്ടുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിനും അവർക്ക് തക്കതായ പ്രതിഫലവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.